Welcome to Singularis Software Technologies. Hello friends, welcome to Singularis Software Technologies official YouTube channel. നമ്മൾ പഠിക്കാൻ പോകുന്നത് ടപ്പിൾ ആണ്. യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഐറ്റംസിനെ സിംഗിൾ വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. ഇനി എങ്ങനെയാണ് ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റൗണ്ട് ബ്രാക്കറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാം. ഈ ടപ്പിളിൽ ഞാൻ ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത അതേപോലെ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് സ്ട്രിംഗ് ഉണ്ട്, ഇന്റിജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ബൂളിയൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് യൂസർ ടു സ്റ്റോർ മൾട്ടിപ്പിൾ ഐറ്റംസ് ഇൻ എ സിംഗിൾ വേരിയബിൾ എന്ന്. ഇനി ടപ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. 4 എണ്ണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ഓർഡേർഡ്. ഈ ഓർഡേർഡ് ആവണമെന്നുണ്ടെങ്കിൽ ടപ്പിൾ എന്തായിരിക്കണം? ഇൻഡെക്സ്ഡ് ആയിരിക്കണം. ഇനി ഇൻഡെക്സ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ എങ്ങനെയാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അങ്ങനെയുള്ളതിനെ നമുക്ക് ഇൻഡെക്സ്ഡ് എന്ന് വിളിക്കാം. ഇനി ഇൻഡെക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഓർഡേർഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന എലോ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. ടപ്പിളിനകത്ത് മൾട്ടിപ്പിൾ വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിലും അതെന്ത് ചെയ്യും? എലോ ചെയ്യും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ എടുക്കാം. ഈ തന്നിരിക്കുന്ന ടപ്പിളിനകത്ത് 10ഉം 4ഉം മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ട്. അപ്പൊ എ എന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മൾട്ടിപ്പിൾ ടൈംസ് കണ്ട വാല്യൂസ് ഇല്ലേ 10ഉം 4ഉം അത് അതുപോലെ തന്നെ വരുന്നത് കാണാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത് എലോ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്ന്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അൺചേഞ്ചബിൾ. അൺചേഞ്ചബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റിലൊക്കെ ആക്സസ് ചെയ്യുന്ന പോലെ ഐറ്റം ആക്സസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ അതുപോലെ തന്നെ അതിനകത്തേക്ക് പുതിയൊന്ന് ആഡ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. നമുക്ക് തന്നെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഇവിടുന്ന് എ എന്ന് പറയുന്ന ഈ ഒരു ടപ്പിളിന്റെ അകത്തുനിന്ന് എ ഓഫ് 2 ഞാൻ എടുക്കാന്ന് വിചാരിക്കാം. കിട്ടി. ഓക്കെ. ഇനി ഇതിനൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ഓഫ് 2 ഈസ് ഈക്വൽ ടു 10ന് പകരം ഞാനൊരു 12 ആക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും റിട്ടേൺ ചെയ്യണമെന്ന് നോക്കാം. എ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇവിടെ നമുക്ക് എറർ കിട്ടും, ടൈപ്പ് എറർ. കാരണം ടപ്പിനകത്ത് നമ്മൾക്ക് അസൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് നമുക്ക് ടൈപ്പ് എറർ അവിടെ വരുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനകത്തേക്ക് ഒരു ഐറ്റം ആഡ് ചെയ്യേണ്ടത്? വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യും. കാസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടപ്പിളെ നമ്മൾ ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ടപ്പിൾ തന്നെ എടുക്കാം. ഇനി ഈ ടപ്പിളിനെ നമുക്ക് ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പുതിയൊരു വേരിയബിൾ ഓപ്പൺ ചെയ്യാം. അതിനകത്തേക്ക് ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടർ ആണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്തേക്ക് ടപ്പിളിന്റെ നെയിം കൊടുക്കാം. ടപ്പിളിന്റെ നെയിം കൊടുത്തു. ബി ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിന്റ് ബി. ബിനകത്തേക്ക് നമുക്ക് ലിസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ടൈപ്പും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. പ്രിന്റ് ടൈപ്പ് ഓഫ് ബി. ഇപ്പൊ ബി എന്ന് പറയുന്നത് എന്താണ്? ലിസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിയിൽ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം, ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് മൂന്നും ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ബിനകത്തേക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ ബി ഡോട്ട് അപ്പൻഡ് ഓഫ് 3 എന്ന് കൊടുക്കാണ്. അപ്പൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ലാസ്റ്റിലേക്കായിരിക്കും റിസൾട്ട് വരിക. ഇപ്പൊ പ്രിന്റ് ബി ചെയ്തിട്ടുണ്ടെങ്കിൽ 3 നമുക്ക് ലാസ്റ്റിലേക്ക് ആഡ് ആയി വരുന്നത് കാണാം. അതേപോലെ തന്നെ ചേഞ്ച് ചെയ്ത് നോക്കാം. ബി ഓഫ് 3rd പൊസിഷൻ എടുക്കാം. 3rd പൊസിഷനകത്ത് ഇപ്പോൾ ഉള്ളത് ആരാണ്? 0 1 2 3 4 ആണ്. 4ന് പകരം ഞാൻ കൊടുക്കാൻ പോകുന്നത് 6 ആണെന്ന് വിചാരിക്കുക. ഇനി ബി ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. 6 അവിടെ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. 4 ചേഞ്ച് ആയിട്ട് 6 എന്ന് വന്നിട്ടുണ്ട്. അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബി ഡോട്ട് റിമൂവ്
ഏതെങ്കിലും ഒരു ഐറ്റം കൊടുക്കുക. ഞാൻ കൊടുക്കാൻ പോകുന്ന 5 ആണ്. ഇനി ഒന്ന് ബി ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പൊ അവിടെ നിന്ന് 5 റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഇപ്പം ഈ ഒരു ഓപ്പറേഷൻസ് കഴിഞ്ഞ ഈ ഒരു ലിസ്റ്റിനെ തിരിച്ച് നമ്മൾ എന്തിലോട്ടാക്കണം? ടപ്പിളിനകത്തോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ എ എന്ന് പറയുന്ന ഈ ടപ്പിളിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യാം. പിന്നെ ഒരു പുതിയ ടപ്പിളിനകത്തേക്കാണ് കൊടുക്കുന്നത്. കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ടപ്പിൾ ഓഫ്, ഇപ്പൊ ലിസ്റ്റിന്റെ പേര് കൊടുക്കുക. ലിസ്റ്റിന്റെ പേര് ഇവിടെ ബി ആണ്. അപ്പൊ ബി എന്ന് പറയുന്ന ലിസ്റ്റിന് ഇപ്പൊ ടപ്പിൾ ആക്കി കൺവേർട്ട് ചെയ്ത് തരും. ഇനി പ്രിന്റ് സി കൊടുക്കുക. ഇത് ടപ്പിളിനകത്തോട്ട് കൺവേർട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ടപ്പിളിനകത്ത് ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടപ്പിൾ ജോയിൻ. രണ്ട് ടപ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം? അതിന് എക്സാമ്പിൾ നോക്കാം. എ ഇസ് ഇക്വൽ ടു ടപ്പിളിനകത്തേക്ക് ഞാൻ സി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമതൊരു ടപ്പിളില് എ ബി ഈസ് ഇക്വൽ ടു, അതിനകത്തേക്ക് നമുക്ക് നമ്പേഴ്സ് കൊടുക്കാം. 3 കൊടുത്തിട്ടുണ്ട്. ഇനി പുതിയൊരു വേരിയബിൾ എടുക്കാം. അതിനകത്തേക്ക് എങ്ങനെയാ ചെയ്യുന്നത്? എ പ്ലസ് ബി. അപ്പൊ സിൻടാക്സ് പോലെ തന്നെ ആയിട്ടുണ്ട്. ടപ്പിൾ 3 എന്ന് പറയുന്നത് ഇവിടെ സി ആണ്. ടപ്പിൾ 1 എന്ന് പറയുന്നത് എ ആണ്. ടപ്പിൾ 2 എന്ന് പറയുന്നത് ബി ആണ്. ഇനി സി ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടപ്പിളും കൂടെ ജോയിൻ ചെയ്ത് വരുന്നത് കാണാം. ഇനി നമുക്ക് വേറൊരു വേരിയബിളിനകത്തേക്ക് ഡി ഇസ് ഇക്വൽ ടു ബി പ്ലസ് എ ആണ് കൊടുക്കുന്നെങ്കിൽ ആദ്യം ബിയിലുള്ള എലമെന്റ്സ് വരും. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരുന്നത്? എയിലുള്ള എലമെന്റ്സ് വന്നു ചേരുക. നമുക്ക് പ്രിന്റ് ഡി ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം ബിയിലുള്ള എലമെന്റ്സ് വന്നു, അത് കഴിഞ്ഞിട്ടാണ് എയിലുള്ള എലമെന്റ്സ് വന്നത്. ഇവിടെ ഇനി സി എന്ന് പറയുന്നത് ഡീഫോൾട്ട് മാറിയതുകൊണ്ട് നമുക്ക് പ്രിന്റ് സി എന്ന് തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ അതും റിട്ടേൺ ചെയ്ത് വരുള്ളൂ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്ന നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടപ്പിൾ തന്നെ എടുക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടപ്പിളിൽ തന്നെ ഏതെങ്കിലും ഒരു ഇന്റീജർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. ഇപ്പൊ സി ഇസ് ഇക്വൽ ടു, സി ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേറെ ലെറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഇ ഇസ് ഇക്വൽ ടു ബി സ്റ്റാർ 2 എന്ന് കൊടുക്കാം. ഇനി ഇ ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇവിടെ നമുക്ക് കിട്ടിയത് ബിയിലുള്ളത് 1 2 3 ആയിരുന്നു. അപ്പൊ 2 ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തത് കൊണ്ട് നമുക്ക് 1 2 3 1 2 3 എന്ന് കിട്ടി. ഇനി ഇവിടെ 3 ആണ് കൊടുക്കുന്നെങ്കിൽ 1 2 3 1 2 3 1 2 3 എന്ന് കിട്ടും. അങ്ങനെ എത്ര ടൈംസ് ആണോ കൊടുക്കുന്നത് അത്രയും ടൈംസ് അതിലുള്ള ഐറ്റംസ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുക. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ടപ്പിൾ ക്രിയേഷൻ വിത്ത് സിംഗിൾ ഐറ്റം. നമ്മളിപ്പം ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഐറ്റം മാത്രമേ അതിനകത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കോമ വെച്ചിട്ട് വേണം സെപ്പറേറ്റ് ചെയ്യാൻ. അപ്പൊ ഇഫ് ദർ ഇസ് സിംഗിൾ ഐറ്റം ഇറ്റ് ഈസ് നോട്ട് കൺസിഡർ ആസ് ടപ്പിൾ. ഒരു ഐറ്റം ഉള്ളെങ്കിൽ അത് എന്ത് ചെയ്യില്ല? ടപ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ എ ഇസ് ഈക്വൽ ടു, ഞാൻ ബ്രാക്കറ്റിനകത്ത് ഒരു നമ്പർ കൊടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ ഇത് നമുക്കറിയാം എന്താണ്? 2 എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. അപ്പൊ ടൈപ്പ് ഓഫ് ടപ്പിൾ എ, ടപ്പിൾ എന്റെ ടൈപ്പ് ഇപ്പൊ എടുക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടുക? ഇന്റർ തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഈ ഇന്റിജറിനെ നമുക്ക് ടപ്പിളിനകത്തോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 2 കഴിഞ്ഞിട്ട് ഒരു കൊമ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഒരു കൊമ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടൈപ്പ് ഓഫ് എ എന്ന് പറയുന്നത് ടപ്പിൾ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ടൈപ്പ് നെയിം ഈസ് ഈക്വൽ ടു ഐറ്റം കൊമ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ടപ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഒരു ഐറ്റം മാത്രം ഉള്ളൂ എന്നുള്ള കേസിലാണ് ഇത് നമ്മൾ ഒരു കൊമ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അത് ടപ്പിൾ ആയിട്ട് റിട്ടേൺ ചെയ്യും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടപ്പിൾ അൺപാക്കിംഗ് ആണ്. പാക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി വാല്യൂസ് അസൈൻ ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. ആ വാല്യൂസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അൺപാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സ് എന്ന് പറയുന്ന ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാണ് ഞാനിവിടെ. ഈ ടപ്പിളിൽ ഇപ്പോൾ ഉള്ളത് 4 ഐറ്റംസ് ആണ്. അപ്പൊ അതിന് ഈക്വൽ ആയിട്ടുള്ള വേരിയബിൾസും കൂടെ ഉള്ളത് തന്നെ കൊടുക്കാം. എ ബി.
ഈ ഒരു ടപ്പിളിനെ നമുക്ക് എക്സ് എന്ന് പറയുന്ന ടപ്പിളായിട്ട് അസൈൻ ചെയ്യിപ്പിക്കണം. അപ്പം എ ബി സി ഡി എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾസിനകത്തേക്ക് എക്സിലുള്ള ഈ വാല്യൂസ് എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. ഇനി നമ്മൾക്കൊന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിന്റ് എ എന്ന് പറയുന്നതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്സിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് എ എന്ന് പറഞ്ഞ വാല്യൂവിനെ അസൈൻ ചെയ്തിട്ട് കാണിച്ചു തരും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതോടെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. റൺ ചെയ്ത് നോക്കാം. ഇപ്പം എയിലേക്ക് ഫസ്റ്റ് എലമെന്റ് വന്ന് അസൈൻ ആയിട്ടുണ്ട്, ബിയിലേക്ക് സെക്കൻഡ് എലമെന്റ് വന്നിട്ടുണ്ട്, സിയിലേക്ക് തേർഡ് എലമെന്റ്, ഡിയിലേക്ക് ഫോർത്ത് എലമെന്റ്. അപ്പൊ നമ്മളിവിടെ കൊടുക്കുമ്പോൾ എപ്പോഴും എന്താണ്, ഈക്വൽ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ടോ അതിന് ഈക്വൽ ആയിട്ടുള്ള വേരിയബിൾസ് കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അസൈൻ ആയിട്ട് വരും. കറസ്പോണ്ടിങ് അസൈൻമെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് വേരിയബിളിനകത്തേക്ക്, സെക്കൻഡ് എലമെന്റ് സെക്കൻഡ് വേരിയബിളിനകത്തേക്ക്, ആ രീതിയിലായിരിക്കും പാക്കിംഗ് നടക്കുന്നത്. ഇനി നമ്മൾക്ക് ഇവിടെ ഏതെങ്കിലും ഐറ്റംസ്, ഇപ്പൊ ഇത് ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഐറ്റംസ് അൺനോൺ എന്നാണ് വിചാരിക്കുക. നമുക്ക് എത്ര വേരിയബിൾസ് കൊടുക്കണം എന്ന് അറിയില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആസ്റ്ററിസ്ക് എന്ന് പറയുന്ന സ്റ്റാർ സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്നത് ലിസ്റ്റ് ആയിട്ടായിരിക്കും, നമുക്ക് കിട്ടുന്ന റിസൾട്ട് ലിസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് തന്നെ കൊടുക്കാം. ഒരു വാല്യൂസും കൂടെ ആഡ് ചെയ്യാം. സ്റ്റാർ എ. നമുക്ക് ഇതിനകത്ത് എത്ര വേരിയബിൾസ് കൊടുക്കണമെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർ എ എന്നങ്ങ് കൊടുത്തു. ഇവിടെ ഒരു സിംഗിൾ ഐറ്റം ആയതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു കൊമയും കൂടി ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രം അത് ടപ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഇനി എക്സ് എന്ന് പറയുന്ന ടപ്പിളിനെ അതിനകത്തേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാണ്. ഇനി ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ട എന്ത് മാത്രമാണ്, എ മാത്രം പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി. വേറെ വേരിയബിൾസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് എ മാത്രം പ്രിന്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ എയിലേക്ക് അതിലുള്ള ഐറ്റംസ് എല്ലാം വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് വേരിയബിൾസ് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സെയിം തന്നെയാണ് എടുക്കാണ്. ഇവിടെ ഞാൻ രണ്ടാമത് വേരിയബിളിന് ബി എന്ന് കൊടുക്കാണ്. എയും ബിയും പ്രിന്റ് ചെയ്യിപ്പിക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബി എന്ന് പറയുന്നത് ലാസ്റ്റത്തെ എലമെന്റ് ആണ്, സോറി ലാസ്റ്റത്തെ വേരിയബിൾ ആണ്. അപ്പൊ ലാസ്റ്റ് എലമെന്റ് ആയിരിക്കും ബിയിലേക്ക് അസൈൻ ചെയ്യുക. മുമ്പിൽ നമ്മൾ എക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി എല്ലാ എലമെന്റ്സും, ലാസ്റ്റ് എലമെന്റ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ എലമെന്റ്സും എയിലേക്ക് അസൈൻ ചെയ്യും. നമുക്ക് വേറൊരു എക്സാമ്പിളോടെ നോക്കാം. നമ്മൾ 3 വേരിയബിളാണ് കൊടുത്തത്. ഒന്ന് എ, പിന്നെ സ്റ്റാർ ബി, പിന്നെ സി. ഇവിടെ എന്താ സംഭവിക്കുക, ഫസ്റ്റ് എലമെന്റ് എയിലേക്കും ലാസ്റ്റ് എലമെന്റ് സിയിലേക്കും ബാക്കിയുള്ള സെന്ററിലുള്ള എലമെന്റ്സ് ബിയിലേക്കും അസൈൻ ആകും. നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. എയിലേക്ക് 10 വന്നു, സിയിലേക്ക് 16 വന്നു. ബാക്കിയുള്ള എല്ലാം സ്റ്റാർ കൊടുത്തത് ബിക്ക് ആയതുകൊണ്ട് ബിയിലേക്ക് വന്ന് അസൈൻ ആയിട്ടുണ്ട്. ഇനി സെയിം തന്നെ നമ്മൾ സ്റ്റാർ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ബിയുടെ സ്റ്റാർ മാറ്റി നമ്മൾ സിയിലാണ് കൊടുക്കുന്നെങ്കിൽ ചെയ്തു നോക്കാം. സ്റ്റാർ കൊടുത്തു, എയിനകത്തേക്ക് ഫസ്റ്റ് എലമെന്റ്, ബിയിനകത്തേക്ക് സെക്കൻഡ് എലമെന്റ്, സിയിനകത്തേക്ക് ബാക്കി എല്ലാ എലമെന്റ്സും വന്നിട്ട് ജോയിൻ ആവും. ഇതുപോലെ സ്റ്റാർ മാറ്റി കൊടുക്കുക, വേരിയബിൾസിന്റെ എണ്ണം കൂട്ടി കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ 2-3 എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് മനസ്സിലാകും. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് ഇൻ ടപ്പിൾ. നമ്മൾ ലിസ്റ്റിനകത്ത് പഠിച്ച സെയിം ഇൻഡെക്സും തന്നെയാണ് ഈ ഒരു ടപ്പിളിന്റെ അകത്ത് വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത ട്രിപ്പിൾ നെയിം ഡോട്ട് ഇൻഡെക്സ് ഓഫ് ഐറ്റം എന്നായിരിക്കും കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നോക്കാം.
ഈ ഒരു ടപ്പിൾ തന്നെ എടുക്കുകയാണ്. അതിനകത്തേക്ക് നമുക്ക് ഇതിനകത്ത് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എക്സിനകത്തുള്ള ഏതെങ്കിലും ഒരു വാല്യൂവിന്റെ ഇൻഡെക്സ് നോക്കാൻ പോവാണ്. അപ്പൊ ടപ്പിളിന്റെ പേര് എക്സ് ആണ്. ഡോട്ട് ഇൻഡെക്സ് ഓഫ് ഐറ്റം കൊടുക്കുക. ഐറ്റം എന്ന് പറയുന്നത് ഞാനിപ്പോ കൊടുക്കാൻ പോകുന്ന 30 ആണ്. 30യുടെ പൊസിഷൻ ഇപ്പൊ എവിടെയാ? 0 1 2 3. അപ്പൊ നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത് 3 എന്നായിരിക്കും. ഇനി ഞാൻ അതിന് പകരം ഒരു 20 ആണ് കൊടുക്കുന്നെങ്കിൽ എന്തായിരിക്കും വരുന്നത്? 1 ആയിരിക്കും. കാരണം 20 ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇൻഡെക്സിലാണ്. ഇനി 20 നമുക്ക് വീണ്ടും കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ലിസ്റ്റിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇന്റർപ്രറ്റർ ആദ്യം ഏത് പൊസിഷനിലാണോ കൊടുക്കുന്ന വാല്യൂ കാണുന്നത് ആ ഒരു പൊസിഷൻ ആയിരിക്കും റിട്ടേൺ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇത് തന്നെ നമ്മൾക്ക് കൗണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കൗണ്ട് ആണ്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ കൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടപ്പിൾ നെയിം ഡോട്ട് കൗണ്ട് ഓഫ് 10 എന്ന് കൊടുക്കാം. എത്ര എണ്ണം കിട്ടും നോക്കാം? 3. 10 നമ്മൾ 3 ടൈംസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൗണ്ട് കിട്ടിയത് 3 ആണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു എലമെന്റും കൂടെ നോക്കാം. 40 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1 എന്നായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തന്നിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.